അപ്പൊ ഞങ്ങള് യാത്ര ചെയ്യാണ്. ഇന്ന് ആശുപത്രി പോകേണ്ട ദിവസമാണ് ദിൽഷനയായിട്ട്. അപ്പൊ ഇതാ അളിയനുണ്ട്, ഇതാ പെങ്ങളുണ്ട്, പെങ്ങള് പുറയിൽ ഒളിച്ചിരിക്കും. ഞങ്ങള് ആശുപത്രിയിൽ ഇറങ്ങാൻ കറക്റ്റ് 9 മണിയായി, 9:10 കേട്ടോ. ഇന്നാണ് ഡോക്ടർ ഡേറ്റ് പറഞ്ഞെന്നാ തോന്നുന്നേ. ഇന്ന് ചെല്ലുമ്പോ ഏകദേശം കൺഫേം ഡേറ്റ് പറയും. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ആനപ്പന്തി കവലയില് റോഡ് പണിയാണ്. റോഡ് പണിയുന്ന പാലം തോന്നുന്നല്ലോ. ഇവിടെ റോഡ് ഇറങ്ങിയപ്പോ തന്നെ റോഡ് പണിയാണെന്ന് തോന്നുന്നു. ഇല്ലില്ല, വണ്ടി പോകുന്നുണ്ട് കേട്ടോ. സിംഗിൾ റോഡിൽ പോകുന്നു. രാവിലെ ഇറങ്ങിയപ്പോ തന്നെ ടാർ പണിയാണ്. ഇവിടെയൊക്കെ ടാറിടുകയാണ്, കണ്ടോ? റോഡിലൊക്കെ ടാറിടുകയാണ്. നമ്മുടെ റോഡ് മാഞ്ഞ മുഞ്ഞ റോഡാണ് കേസ്. ഹലോ കേസ്, വള്ളിത്തോടെത്തി. വള്ളിത്തോട് പഴമാണ് അത്. പാലം പഴമല്ല കേട്ടോ, പാലം. അപ്പൊ ഞങ്ങളിപ്പോ പറഞ്ഞതല്ലോ, കപ്പ വാട്ടാൻ പോകുന്ന ആൾക്കാരെ മുമ്പിൽ പോകുന്നത്. ഇല്ല, ഞങ്ങൾ ഇവിടെ കൊണ്ട് ആസ്പത്രി പോകുന്നത്. ദിൽഷനെ കൊണ്ട് ആസ്പത്രി പോകുന്നത്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കുറച്ച് ബന്ധുക്കളെ കണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ഫാമിലികളെ. അപ്പൊ എല്ലാരെയും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഗൈസ്, നമ്മുടെ വീട് കൊച്ചു വീടാണ് ഗൈസ്. വരുന്നുണ്ട് അടുത്ത്. എടി പെട്ടി എടുക്കുന്നുണ്ടോ? വേണമെങ്കിൽ കുഞ്ഞിനോട് പറയാൻ അവൻ കൊണ്ടേ തരില്ലേ? എന്നാ വേണ്ടവാ. അല്ലില്ല, ചെല്ലാൻ പറഞ്ഞു കേട്ടോ, ചെല്ലാൻ പറഞ്ഞു. ഇറങ്ങിക്കാന്നാ. ഞങ്ങളിതാ പോവാണ് ആശുപത്രിയിലേക്ക്. ഇതാ നിറവറുമായിട്ടുള്ള ഗർഭിണി ഇതാ വരുന്നു. അളിയനെ ഇറക്കണോ? ശരി, എന്നാ കയറിക്കോ. ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത്. ഗർഭിണീനെ കൊണ്ടുപോവുക. ഇത് തുറക്കളിയാ. അങ്ങോട്ട് ചെല്ലുന്നവരും വെയിലാ, ഭയങ്കര വെയിലാന്ന് പറഞ്ഞു. എന്നെ വേക്കിലിട്ട് കേസ് എല്ലാരും കൂടെ കണ്ടില്ലേ? നമ്മളെല്ലാരും ചവിട്ടി പുറത്താക്കി. ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ബാംഗ്ലൂർ AC ഓടിക്കാൻ പോയതാ. പാവം ഗർഭിണിയായി തിരിച്ചു വന്നു. എന്റെ കായും പോയി. അല്ല, നിനക്കെന്നെ നൈറ്റ് ഡ്യൂട്ടി എടുത്താൽ മതി. എല്ലാരും ആട്ട് തുടങ്ങി കേസ്. കൊലയാട്ടെന്നൊക്കെ പറയില്ലേ, അതാ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അയ്യോ, എനിക്ക് ടെൻഷൻ ഉണ്ടോ പറ? എനിക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ വീട്ടിൽ പോയി മീനും മേടിച്ച് വേഗം കഞ്ഞി കുടിക്കണം. എനിക്ക് നല്ല മീൻ കിട്ടാത്ത വിഷമാണ്. എനിക്ക് മനസ്സ് നിറയെ വിഷമം. നല്ല മീൻ കിട്ടുന്നില്ല. രാവിലെ കടൽ തീരത്തേക്ക് വിടത്തില്ലായിരുന്നു. മിക്കവാറും ഞാൻ പോകും. അതിനാ ബൈക്ക് കൊണ്ടുവന്നത്. ബക്കറ്റ് കൊടുത്ത് നേരെ വിടും തലശ്ശേരിയിലേക്ക്.
തലശ്ശേരി പോയി നല്ല മീൻ കിട്ടുമല്ലേ? കണ്ണൂര് പോയാലും കിട്ടും. ആ എല്ലാവരും ഗട്ടിയായിട്ടൊക്കെ എടുക്കണം. വെളുക്കായിട്ട് രാവിലെ പോകണം. ലേലം പെരുന്നാളിന് പോയാലോ? 10-ാം തീയതി ഇരിക്കൂർ ബേക്ക് ശ്രീകണ്ഠാപുരം റോട്ടിൽ കയറി. ഇത് ഈ റോട്ടിൽ കൂടെ നമ്മൾ എന്നും വരുന്നേ. അടുത്ത മാസം ഫസ്റ്റോ ഇച്ചിരി പകുതിയും കണ്ട് അവിടുത്തെ നോയമ്പ് നോയമ്പെടുക്കും. അപ്പൊ ഈ കിടപ്പ് രോഗികളെല്ലാം ഇങ്ങോട്ടാണ്. ഹലോ ഗേസ്, ഞങ്ങള് ആശുപത്രിയിൽ പോയി ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ മൊബൈലൊക്കെ വെച്ചിട്ട് മാന്യനായിട്ടാണ് പോയത്. ഇത് കണ്ടില്ലേ, കുടവേറൊക്കെ കുത്തിർത്തി മുന്നിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം ഡേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗേസ്. 5-ാം തീയതി കൊണ്ടുപോയി നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇവിടെ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും. 6-ാം തീയതി ബാബ വരും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇല്ലേ, 5 കിലോ ചോറും 2 മീൻതലയും തിന്നിട്ട് ഇരിക്കുക. എന്നിട്ട് അറിയാത്ത പോലെ ഇരിക്കുക. ചേച്ചിയുണ്ട്, ചേച്ചി പിന്നെ ഒന്നും കഴിക്കില്ല. ചേച്ചി പാവം പിടിച്ചേർന്നു. കണ്ടില്ലേ ചേച്ചിയുടെ മുഖമൊക്കെ വളരെ ദയനീയമാണ്. 50 വർഷമായി ചോറ് കഴിച്ചിട്ട്. ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി. ഇപ്പോൾ ഉളിക്കല്ല് ടൗണിൽ ഞങ്ങൾ എവിടെയോ നമ്മുടെ അളിയൻ എന്തോ ഇവിടെ സാധനം വാങ്ങണം എന്ന് പറഞ്ഞ് വണ്ടി സൈഡാക്കി. അളിയൻ പൈലറ്റ് വാഹ മോശം, താറ ഓടിയിരുന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല. 150 സ്ഥലത്ത് ചാവിട്ടിയാ പോകുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്, ഞങ്ങളങ്ങനെ ഫോൺ വെക്കുകയാണ്.